അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച വിദ്യാർത്ഥിയുടെ ആരോഗ്യനില വഷളായി. അരൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗുരുതരാവസ്ഥയിൽ 2 ആഴ്ചയോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. മരുന്ന് കുറിച്ച് നൽകിയ ഡോക്ടറെ വിവരം അറിയിക്കാൻ വിളിച്ചിട്ട് പ്രതികരിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. സ്കൂളിലേക്ക് സൈക്കിളിൽ പോകവെയാണ് പ്രണവ് എന്ന 15 വയസ്സുകാരന് അപസ്മാരമുണ്ടായത്. തുടർന്ന് അടുത്ത ദിവസം തന്നെ അരൂരിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ന്യൂറോ ഡോക്ടറെ കാണിച്ചു. 3 വർഷത്തേക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ഏകദേശം 3 വർഷം കഴിക്കണമെന്ന് പറഞ്ഞൊരു മെഡിസിൻ എഴുതി തരുക. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഈ മെഡിസിൻ മേടിച്ചിട്ട് പോയി. അത് ആദ്യത്തെ 5 ദിവസം രാവിലെ പകുതി വൈകിട്ട് പകുതി അങ്ങനെ കൊടുക്കുവാനാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ 5 ദിവസം പകുതി ഗുളിക വീതം 2 നേരവും 6ാം ദിവസം മുതൽ 1 ഗുളിക വീതം 2 നേരവും കൊടുത്തു. ഇതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായി. കണ്ണ് ഒക്കെ വീർത്ത് വരികയൊക്കെ ചെയ്തു. ഒരേ ദിവസം കഴിയുന്തോറും ചുണ്ട്, കണ്ണ് ഇതൊക്കെ വീർത്ത് ശരീരമൊക്കെ തീ പൊള്ളുന്ന പോലെ പുള്ളി, ആസിഡ് വീണ പോലെ പുള്ളി. ഗുരുതര അവസ്ഥയാണ് നമ്മളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. അവിടെ ഒരു 13 ദിവസം കിടന്നു. മരണത്തോട് മല്ലിട്ട് പ്രണവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകനായ പ്രസാദ് മകന്റെ ദുരനുഭവം ചികിത്സിച്ച ഡോക്ടറെ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംസാരിക്കാൻ പോലും ഡോക്ടർ തയ്യാറായില്ലെന്ന് പ്രസാദ് പറഞ്ഞു. ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഈ ഡോക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഇതുവരെയും എന്താണ് സംഭവം എന്ന് പോലും അന്വേഷിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല. അതനുസരിച്ചാണ് ഇപ്പോൾ കേസ് കുത്തിയോട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പ്രസാദ് പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ ദുരനുഭവത്തിൽ ഡോക്ടർ കൈയൊഴിഞ്ഞതിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് മലയാളം, ആലപ്പുഴ.